ഇടുക്കി മറയൂർ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് അനുവദിക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. നിലവിലെ മൂന്നാറിലെ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ സേവനമാണ് മറയൂരിൽ ലഭ്യമാകുന്നത്. ആവശ്യഘട്ടങ്ങളിൽ ഫയർഫോഴ്സ് യൂണിറ്റിന് മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് എത്തിപ്പെടാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തും മറയൂരിന്റെ വിസ്തൃതിയേറിയ ഭൂപ്രകൃതി പരിഗണിച്ചും മറയൂരിൽ ഫയർഫോഴ്സ് യൂണിറ്റ് അനുവദിക്കണമെന്നാണ് ആവശ്യം. നിരവധി ആദിവാസിയിടങ്ങളും വനമേഖലകളും വിവിധ ഗ്രാമങ്ങളുമൊക്കെ അടങ്ങുന്നതാണ് മറയൂർ കാന്തല്ലൂർ മേഖല. 2 പഞ്ചായത്തുകളിലുമായി നൂറുകണക്കിന് ആളുകളും അധിവസിക്കുന്നു. മറയൂർ മേഖല കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് അനുവദിക്കണമെന്നാണ് ആവശ്യം. നിലവിൽ മൂന്നാറിലെ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ സേവനമാണ് മറയൂരിൽ ലഭ്യമാകുന്നത്. മൂന്നാറിൽ നിന്നും 40 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ മാത്രമേ ഫയർഫോഴ്സ് യൂണിറ്റിന് മറയൂരിലെത്താനാകൂ. മറയൂരിലെ മറ്റിടങ്ങളിൽ പോകണമെങ്കിൽ പിന്നെയും കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. വിനോദസഞ്ചാരികളുടെ തിരക്കുള്ള ദിവസങ്ങളിൽ മൂന്നാർ മറയൂർ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. 1.5 മണിക്കൂറിനടുത്ത് സമയം വേണം ഫയർഫോഴ്സ് യൂണിറ്റിന് മറയൂരിലെത്താൻ. അവശ്യഘട്ടങ്ങളിൽ ഫയർഫോഴ്സ് യൂണിറ്റിന് മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് എത്തിപ്പെടാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഫയർഫോഴ്സ് യൂണിറ്റ് അനുവദിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. സാധാരണ ഒരു 6 മാസം ഒരു ആള് പുഴയിൽ വീണിട്ട് മൂന്നാറിൽ നിന്നാണ് ഫയർഫോഴ്സുകാർ വന്നത്. ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ കാലാവസ്ഥ വെയിലാകുന്നതുകൊണ്ട് വേനൽക്കാകുന്നതുകൊണ്ട് ഒരു ഏപ്രിൽ മെയ് വരെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് ആരിലൂടെ വരണമെന്നുണ്ടെങ്കിൽ മൂന്നാറിന് വേണം വരാൻ. അപ്പോൾ കാന്തല്ലൂർ മറയൂർ സെൻറ്ററാക്കി ഒരു ഫയർഫോഴ്സ് സ്റ്റേഷനും അതിൻ്റെ കുറേ സാമഗ്രികളും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഫയർഫോഴ്സിനും വിളിക്കാനും വരാനും എളുപ്പമായിരിക്കും. മൂന്നാറിന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 3.5 മണിക്കൂറാലും പിടിക്കും. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് ഒരു ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷനുടെ ആവശ്യമുണ്ട് ഇവിടെ കാന്തല്ലൂർ. മുങ്ങിമരണങ്ങളും വാഹനാപകടങ്ങളും ഒക്കെ സംഭവിക്കുന്ന പ്രദേശം കൂടിയാണ് മറയൂർ. മഴ പെയ്യുന്ന ഘട്ടങ്ങളിൽ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. വനമേഖലയിലും കൃഷിയിടങ്ങളിലുമൊക്കെ വേനൽക്കാലങ്ങളിൽ തീപടരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മറയൂരിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ആരംഭിച്ചാൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വേഗത്തിൽ സേനയുടെ സേവനം ലഭ്യമാക്കാനാവും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.